ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ മരിച്ചു പോയതിന്റെ ആ ഒരു ചടങ്ങുകളൊക്കെ ചെയ്യാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ശ്രുതി ചടങ്ങൊക്കെ ചെയ്യാനിരുന്നു. എന്നോ മരിച്ചു പോയ ഒരച്ഛൻ, ആ അച്ഛന്റെ ചടങ്ങുകളാണ് വീണ്ടും നമ്മുടെ ശ്രുതി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രവീന്ദ്രനും അതുപോലെ നമ്മുടെ ചന്ദ്രയ്ക്കും ഒന്നും അറിയില്ല. അടുത്ത് സച്ചിൻ രേവതിയും ഒക്കെ നിപ്പുണ്ട്. ഇവരെല്ലാം ഇത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു തിരുമേനി വന്ന് എന്താ പറയാ, ആ ഒരു മരണം കഴിഞ്ഞിട്ടുള്ള ആത്മാവിന് ശാന്തി കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദൈവമേ ഇനി എന്തൊക്കെ ചടങ്ങുകളായിരിക്കും ഉള്ളത്, ഇനിയിപ്പം വേറെ കിടക്കാൻ വല്ലതും പറയൂ, ഇനി ഒരുമിച്ച് കിടത്തത്തില്ലയോ എന്നൊക്കെ ഭയങ്കര ടെൻഷനായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിയെ. അങ്ങനെ നമ്മുടെ രേവതി സച്ചിയോട് പറയാ, പാർലറേടത്തി പെട്ടു അല്ലേ? പിന്നെ 10-13 ദിവസം ചെയ്യേണ്ട കാര്യം 1-2 ദിവസമല്ല. അല്ല, ചിലര് 41 ദിവസം ബലിയിടാറുണ്ടല്ലോ. നമുക്ക് അമ്മയോട് പറഞ്ഞ് ഇവളെ കൊണ്ട് 41 ദിവസം ബലികർമ്മങ്ങളൊക്കെ ചെയ്യിച്ചാലോ എന്ന് നമ്മുടെ രേവതി സച്ചിയോട് പറയാണ് കേട്ടോ. ഏതായാലും സച്ചി ഇത് കേട്ടപ്പം അത് നല്ലതൊക്കെ തന്നെയാ. പിന്നെ ഇങ്ങനെ ഒരു അച്ഛന് അവക്കില്ല, മരിച്ചിട്ടുമില്ല. എന്നിട്ട് നാണമില്ലാതിരുന്ന് ബലിയിടുന്ന കണ്ടില്ലേ രേവതി? ഇതൊക്കെ കണ്ടിട്ട് എന്റെ പെരുവിരളിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞു കീറുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാ, ഈ കോപ്രായങ്ങളൊക്കെ കണ്ടോണ്ട് നിൽക്കുക, അല്ലാതെ പിന്നെ എന്താ, ഒരു രക്ഷയുമില്ലല്ലോ. അല്ല, അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമല്ല, മറ്റുള്ളവർക്ക് സംശയം തോന്നാതെ ഇരിക്കാൻ വേണ്ടിയാ ഇവൾ ഇതൊക്കെ ചെയ്യുന്നത്. പഠിച്ച കള്ളിയല്ലേ സച്ചേട്ടാ ഇത്? അപ്പോഴത്തേക്കും നമ്മുടെ ശാന്തി ചോദിച്ചു, പേര് നക്ഷത്രവും പറയാൻ പറഞ്ഞു. അപ്പൊ ചെട്ടിനാട് പീതാംബരൻ മൂല നക്ഷത്രം എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയെ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞേ, അന്ന് നീ വേറെന്തോ പേരാണല്ലോ പറഞ്ഞതെന്ന് ശ്രുതിയോട്. അപ്പൊ ശ്രുതി പുതിയ പേരാണല്ലോ ഇപ്പൊ പറഞ്ഞത്, പഴയ പേര് മറന്നുപോയത്രേ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇത് മുത്തച്ഛന്റെ പേര് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എൻ്റെ അച്ഛന്റെ പേര് ജയമോഹനൻ, ഭരണി നക്ഷത്രം എന്ന്. പെട്ടെന്ന് ഏതായാലും കള്ളി മാറ്റി പിടിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ രവിയും പരസ്പരം മുഖം ഒന്ന് നോക്കി. ഈ സമയത്ത് ശാന്തി പറഞ്ഞു, തിരുമേനി പറഞ്ഞു, അച്ഛനെ മനസ്സിൽ വിചാരിച്ച് തൊഴുത് കൈ ഇങ്ങനെ കൂപ്പി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയാ, ആദ്യം പറഞ്ഞതായിരിക്കും മിക്കവാറും അവളുടെ അച്ഛന്റെ യഥാർത്ഥ പേര്. പിന്നെ പറഞ്ഞതേ വെറുതെയാ. ആദ്യം പറഞ്ഞപ്പോ നാക്കിന് കള്ളം പറയാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് അവള് സത്യമൊക്കെ പറഞ്ഞതെന്ന്. ഈ സമയത്ത് നമ്മുടെ ശാന്തി ആണെങ്കിൽ പോറ്റിയാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ബലിച്ചോറ് കാക്ക കഴിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചോന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നു, ആ ബലിച്ചോറ് എടുത്ത് നേരെ കൊണ്ടുപോയി മാറ്റി ഒരു സ്ഥലത്ത് വെക്കുന്നു കാക്ക കഴിക്കാനായിട്ട്. എന്നിട്ട് കൈ കൊട്ടി ഇങ്ങനെ കാക്കേനെ വിളിക്കുക. കാക്ക പോയിട്ട് ഒരു പൂച്ച പോലും അത് തിന്നാനായിട്ട് വരുന്നില്ല കേട്ടോ, ബലിച്ചോറ് തിന്നാനായിട്ട് വരുന്നില്ല. എല്ലാവരും കൈകൊട്ടി വിളിക്കുന്നുണ്ട്. തിരുമേനി പറഞ്ഞത് പ്രകാരം കാക്കയെ കൈകൊട്ടി വിളിക്കുക. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, ഒറ്റ കാക്ക പോലും ഇല്ലല്ലോ, ഇതെന്താ കാക്കയൊന്നും വരാത്തത്? അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അയ്യോ വരാൻ ഇവിടെ മലേഷ്യൻ കാക്കകളൊന്നും ഇല്ലല്ലോ, മലേഷ്യയിൽ നിന്ന് കാക്ക എത്തണ്ടേ, പറന്നു വരാൻ കുറച്ച് സമയം വേണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഈ സമയത്താണോ നിന്റെ തമാശ, നീ ഒന്നും മിണ്ടാതിരിക്കുക. അപ്പൊ ചന്ദ്രയാണെങ്കിൽ നീയൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ കാക്ക വരാത്തത്, നീയൊക്കെ അകത്ത് പോ, അപ്പൊ കാക്ക വന്നോളുന്നു. ഈ സമയത്ത് തിരുമേനി വിളിച്ച് നമ്മുടെ ശ്രുതിനെ കൊണ്ട് പോവാണ്, നമ്മളിവിടെ നിന്നാൽ ചിലപ്പോൾ വരത്തില്ല, നമ്മൾ പോയി കഴിഞ്ഞാലേ വരത്തുള്ളൂ എന്ന്. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അല്ല രേവതി ഇനി എത്ര ദിവസം ഉള്ളത്, 41 ദിവസത്തിന്റെ കാര്യം നമുക്ക് പറഞ്ഞാലോ. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ശാന്തി അപ്പോഴാണ് ഓർത്തത്. അപ്പൊ ശാന്തി ചോദിച്ചു, അതെ ഒരു കാര്യം ചോദിക്കാനുണ്ട്, എത്ര ദിവസമാണ് ഇടേണ്ടത്, അല്ല എന്താണ് തീരുമാനം? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, 13 ദിവസം ഇടാന്നാ തീരുമാനം. അപ്പൊ സച്ചി കയറി പിടിച്ചു കിട്ടോ, 41 ദിവസം ഇട്ടാലോ നല്ലത്, മരിച്ചവർക്ക് നല്ലത് 41 ദിവസം ഇടുന്നതാ. അപ്പൊ ശ്രുതി പറഞ്ഞു, വേണ്ട 41 ദിവസം ഒന്നും വേണ്ട. അപ്പൊ ശ്രുതി പറഞ്ഞു, മരിച്ച ആൾക്ക് ഇനി എന്ത് നല്ലത് വരാനാ? അയ്യോ ആ മണ്ടൻ എന്ന് പറഞ്ഞു കൊടുക്ക എന്റെ തിരുമേനി, അവൻ പറയുന്നത് കേട്ടില്ലേ? അപ്പൊ തിരുമേനി പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ശരിയാണ്, സച്ചി പറഞ്ഞത് 41 ദിവസം ബലിയിട്ടാല് മരിച്ച ആളിന്റെ ആത്മാവിന് പുണ്യം കിട്ടും. അപ്പൊ രേവതി പറഞ്ഞു, കേട്ടില്ലേ, സച്ചേട്ടൻ പറഞ്ഞത് ശരിയാണെന്ന്. ശ്രുതിയും പെട്ടുപോയിട്ടോ. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ 41 ദിവസവും നമ്മുടെ ശ്രുതി ബലികർമ്മങ്ങൾ ചെയ്യട്ടെ. നിന്റെ അച്ഛന്റെ ആത്മാവിന് മോശം കിട്ടാൻ വേണ്ടി അല്ലേ മോളെ? തിരുമേനി 41 ദിവസം വരണം കേട്ടോ, 41 ദിവസം നമുക്ക് ബലിയിടാന്ന്. അങ്ങനെ രാവിലെ എണീറ്റ് കുളിച്ചൊരുങ്ങി ഇനിയിപ്പം ബലിയിടേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. മാത്രമല്ല നോൺ വെജ് കഴിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ട്. ഏതായാലും അടപ്പ് തീർച്ച് നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറിപ്പോയി. സച്ചി രേവതി മുഖം നോക്കി ചിരിക്കുന്നു. ഈ സമയത്ത് ബലിച്ചോർ അവിടെ കുറെ ഈച്ചകൾ വന്ന് തിന്നുന്നതല്ലാതെ, അതിന്റെ മേളിൽ ഇരിക്കുന്നതല്ലാതെ കാക്കയൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ.
പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയും രവീന്ദ്രനും നമ്മുടെ ശ്രുതിനെ വിളിച്ചു വരുത്തി. അപ്പൊ ശ്രുതി ചോദിച്ചു, എന്താ എന്നെ വിളിച്ചത്? അത് പിന്നെ ബലിച്ചോറ് കാക്ക എടുത്തായിരുന്നോ മോളെ? ആ, എടുത്തായിരുന്നു അങ്കിളെ, ഞാൻ കണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അതെ മോളെ, നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് അടുത്ത് വിളിച്ചിങ്ങനെ ഇരുത്താണ്. എന്നിട്ട് പറഞ്ഞു, എങ്ങനെ എടുക്കാതിരിക്കും മോളെ, അച്ഛന് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ മോള് ബലിയിടുന്ന ചോറ് കാക്ക എങ്ങനെ എടുക്കാതിരിക്കും? അപ്പോഴത്തേക്ക് ചന്ദ്രയോട് സച്ചി വന്ന് പറഞ്ഞു, അവക്ക് അച്ഛനോട് അത്രയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെന്നാ തോന്നുന്നത്. അവക്ക് അച്ഛൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? അച്ഛനെന്ന് വെച്ചാലേ അവക്ക് ജീവനാ. ഓ, ജീവനാണെങ്കിൽ അച്ഛനെ കാണാൻ പോവില്ലായിരുന്നോ? അതൊക്കെ പോട്ടെ, അവളുടെ അച്ഛന്റെ ഒരു ഫോട്ടോ പോലും അവളുടെ കയ്യിലില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണ് മനസ്സിൽ വിചാരിക്കുക, ഇവരാണെങ്കിൽ എന്നെ വിടുന്നില്ലല്ലോ, അടുത്ത കുരുക്കുമായിട്ട് വന്നിരിക്കുക. അപ്പൊ രേവതി അടുത്ത് നിപ്പുണ്ടേ. അങ്ങനെ നമ്മുടെ സച്ചു പറഞ്ഞു, എന്റെ കയ്യിൽ എന്റെ അച്ഛന്റെ ഫോട്ടോ ഉണ്ട്. അല്ല രേവതി നിന്റെ കയ്യിൽ നിന്റെ അച്ഛൻ മരിച്ചു പോയെങ്കിൽ നിന്റെ ഫോട്ടോ ഇല്ലേ? ആ, എന്റെ കയ്യിലുണ്ട് സച്ചേട്ടാ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ കുരുങ്ങ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, എന്റെ കയ്യിൽ മാത്രമല്ല കേട്ടോ, വീട്ടില് ചുമരിലും വലിയൊരു ഫോട്ടോ ഉണ്ട്. രണ്ടു നേരവും ആ ഫോട്ടോയ്ക്ക് മുമ്പ് വിളക്ക് വെക്കാറുണ്ട്. ആ, അതാണ് രേവതി സ്നേഹമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, എന്റെ കയ്യിൽ അച്ഛന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. ഓ, അത്ര അത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിലേ അത് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ട് കളഞ്ഞു പോകത്തില്ലായിരുന്നു. അപ്പൊ നമ്മുടെ ചന്ദ്ര ചോദിച്ചു, അല്ല ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ സച്ചി? അത് പിന്നെ എല്ലാ വീടുകളിലും മരിച്ചവരുടെ ഫോട്ടോ കാണും, അതില് മാലയിട്ട് വിളക്ക് കത്തിച്ചു വെക്കും. ഈ വീട്ടില് പാർലവേട്ടത്തിയുടെ അച്ഛന്റെ ഒരു ഫോട്ടോ വേണ്ടേ? മരിച്ചവരുടെ ഫോട്ടോയിൽ മാലയിട്ട് വെക്കണം, അത് നല്ലതാ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് വേണ്ടത് തന്നെ കേട്ടോ, അത് സച്ചി പറയുന്നത് ശരിയാണ്. പക്ഷെ അതിനുള്ള ഫോട്ടോ അവളുടെ കയ്യിൽ ഇല്ലല്ലോ സച്ചി. ആ, അച്ഛ ഇവളുടെ മലേഷ്യയിലെ വീട്ടിൽ കാണൂല ഫോട്ടോയും കുടച്ചക്രവും ഒക്കെ. ഒരു കാര്യം നീ നിന്റെ രണ്ടാനമ്മേനെ വിളിച്ചിട്ട് ഒരു ഫോട്ടോ അയച്ചു തരാൻ പറ നിന്റെ അച്ഛന്റെ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വീണ്ടും പെട്ടു കേട്ടോ. ചന്ദ്രയും പറഞ്ഞു, ശരിയാണല്ലോ സച്ചി പറഞ്ഞത്, മോളൊരു കാര്യം ചെയ്യാൻ, നീ അവരെ വിളിച്ചിട്ട് അച്ഛൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളും അതുപോലെ ഇവരുടെ സംശയങ്ങളും ഒക്കെ അങ്ങ് തീരട്ടെ. അവർ രേവതി പറഞ്ഞു, ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല, പിന്നെ ഈയിടെയായിട്ട് സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും അമ്മ തലയാട്ടുന്നുണ്ട് കേട്ടോ എന്ന്. ഇത് കേട്ടത് നമ്മുടെ സച്ചി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട്, ഇപ്പൊ ഞാനേ സുധിക്ക് ഒരു അടി കൊടുക്കട്ടെ എന്ന് ചോദിച്ചാല് അമ്മ ഓക്കേ എന്ന് പറഞ്ഞ് തലയാട്ടും. അല്ലേ അമ്മേ? അതൊക്കെ നിന്റെ മനസ്സിൽ വെച്ചോണ്ടിരുന്നാ മതി. എന്റെ മോനെ തൊട്ടാലേ നീ വിവരം അറിയും. അല്ല ശ്രുതി, നീ അവരെ വിളിച്ച് ഫോട്ടോ ചോദിക്കുക. അത് പിന്നെ ആൻറ്റി, ഞാൻ എങ്ങനെയാ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ അങ്ങനെ മിണ്ടാറൊന്നുമില്ല. ഇനിയിപ്പൊ അച്ഛനില്ലാത്ത സ്ഥിതിക്ക് ഒട്ടും മിണ്ടാൻ ചാൻസ് ഇല്ല. ഞാന് അവരെ വിളിക്കാറോ ഒന്നുമില്ല, ഞങ്ങൾ അകഴ്ചയിലല്ലേ. അല്ല എന്നാ പിന്നെ ഞങ്ങൾ വിളിക്കാം എന്ന് രേവതി ഇത് പറഞ്ഞത് കേട്ടതും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല മോളെ വേണ്ട, ശ്രുതിയായിട്ട് അവർ നല്ല ബന്ധത്തിലല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് ശരിയല്ല. അപ്പൊ സച്ചു പറഞ്ഞു, അല്ല എന്നാ വിളിക്കണ്ട, ഇവളുടെ ഇളയച്ചന്റെ ഈ ഫോട്ടോ കാണൂലോ, നമുക്കൊരു കാര്യം ചെയ്യാം, അത് അയച്ചു തരാൻ പറയാം. അപ്പൊ ചന്ദ്ര പറഞ്ഞു, അത് ശരിയാ, എന്നാ പിന്നെ നീ ഇളയച്ചനെ വിളിക്കാൻ പറയാൻ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി, ദേ അമ്മ വീണ്ടും ഞാൻ പറയുന്നത് കേട്ടു, തലയാട്ടി എന്ന്. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇളയച്ചനെ വിളിക്കാന് എന്താ, ഇളയച്ചനെ വിളിക്കാൻ എന്താ ഇത്ര മടിക്കുന്നത്? നീ വിളിക്കുക, അതിനിപ്പോ എന്താ ഇത്ര പ്രശ്നം? നീ ധൈര്യമായിട്ട് വിളിക്കുക. അപ്പൊ സച്ചി പറഞ്ഞു, ദേ അച്ഛാ, ബലി ഇട്ടോണ്ട് മാത്രം ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്നൊന്നും ഇല്ലാട്ടോ. മരിച്ചവരുടെ ചിതാഭസ്മം പുണ്യ നദിയിലോ കടലിലോ കൊണ്ടുപോയി ഒഴുക്കണം, എങ്കില് ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ആത്മാവ് മോശം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അപ്പോഴത്തേക്കും ചന്ദ്ര, അയ്യോ ശരിയാണല്ലോ എന്ന്. അപ്പൊ അതിനും തലയാട്ടിട്ടോ നമ്മുടെ ചന്ദ്ര. ഈ സമയത്ത് രേവതി പറഞ്ഞു, എനിക്കറിയാവുന്ന പൂവിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോ ഇതുപോലെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യില്ല. എന്നിട്ട് എന്തായി? അതോടുകൂടി ആ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയില്ലേ, ദുരിതത്തോട് ദുരിതം. ആ ചേച്ചിയുടെ അമ്മായിയമ്മ കിടപ്പിലായി, പിന്നെ ഭർത്താവ് വീണ് കാലൊടിഞ്ഞു, അങ്ങനെ കുറേ ദുരിതങ്ങള്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സുധി, അയ്യോ എന്റെ കാലോ. ചന്ദ്രയാണെങ്കിൽ എന്റെ ദൈവം ഞാനും കിടപ്പിലാവോ? അമ്മ, ആ ചേച്ചിക്ക് തന്നെ അസുഖം വന്നേ. അവസാനം അവര് ഭയന്ന് ഒരു ജോത്സ്യനെ പോയി കണ്ടത്രേ. അപ്പൊ അദ്ദേഹം പറയാ, കർമ്മങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് മരിച്ച ആളുടെ ആത്മാവിന് മോശം കിട്ടിയില്ല അത്രേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്ത് ചെയ്യാനാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. അനുഭവിച്ചു മടുത്തു. അപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, അയ്യോ എത്രയും പെട്ടെന്ന് നിന്റെ ഇളയച്ചനെ വിളിക്കുക, അച്ഛന്റെ ചിതാഭസ്മം എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ പറ. അത് പിന്നെ സുധി, എങ്ങനെ അത് ഇവിടെ എത്തിക്കാനാ? അല്ല, ഇളയച്ചൻ മംഗലാപുരത്തല്ലേ, മലേഷ്യയിലല്ലല്ലോ. അപ്പോഴത്തേക്ക് സച്ചി, അത് ശരിയാണല്ലോ, എന്നാ പിന്നെ നമുക്ക് അടുത്ത മാർഗം നോക്കാന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ, അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് ഇവിടെയുള്ള എല്ലാവരും അനുഭവിക്കണം, പ്രത്യേകിച്ച് നിന്റെ ഭർത്താവ് സുധിയും അനുഭവിക്കേണ്ടി വരൂല്ലേ. അപ്പൊ സച്ചി പറഞ്ഞു, ശരിയാ, അത് അച്ഛൻ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ ചന്ദ്ര പറഞ്ഞു, നീ ഒന്ന് വിളിക്കുമോളെ എങ്ങനെയെങ്കിലും.
അപ്പം സച്ചു പറയാ ചിതാഭസ്മം മാത്രം പോരാട്ടോ, ഫോട്ടോയും മറക്കരുത്, ഫോട്ടോയും അയക്കാൻ പറയണേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര വീണ്ടും നമ്മുടെ ശ്രുതിനെ നിർബന്ധിക്കുക, വിളിക്കുമോളെ വിളിക്ക്. അപ്പം സച്ചു പറഞ്ഞു, അല്ല വീഡിയോ കോൾ ചെയ്യുന്നല്ലേ നല്ലത്, വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ കണ്ട എല്ലാവർക്കും സംസാരിക്കായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശരിയാ ആ സച്ചി പറയുന്നത് ശരിയാ. അപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ സച്ചി പറഞ്ഞു, ഇതേ അമ്മ വീണ്ടും തലയാട്ടി, ഞാൻ പറഞ്ഞത് ശരി വെച്ചത് കണ്ടാ. ഈ സമയത്ത് ശ്രുതി ആണെങ്കിൽ അയ്യോ ഇനി എന്ത് ചെയ്യും, വീരാനിക്കൊക്കെ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യും, അയ്യോ എനിക്ക് വയ്യല്ലോ എന്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, നീ മോളെ വിളിക്ക്, ഫോട്ടോ അല്ലേ അയച്ചു തരാൻ പറഞ്ഞത്, നീ വിളിക്ക്. അപ്പൊ സച്ചു പറഞ്ഞു, എടാ സുധി നീ പോയി പാർലർ എടുത്തിട്ട് ഫോൺ എടുത്തോണ്ട് വാ, അതെ പോകുമ്പോ കാല് നോക്കിക്കണം കേട്ടോ, കാലിന് എന്തെങ്കിലും സംഭവിക്കാൻ നോക്കിക്കോണെന്ന്. ശ്രുതിയാണെങ്കിൽ പേടിച്ച് കുറച്ച് പോകുന്നുണ്ട് ഫോൺ എടുക്കാനായിട്ട്. ആകപ്പാടെ ശ്രുതി വെട്ടിരിക്കേ, ഇനിയിപ്പൊ എന്ത് ചെയ്യും, ഇനി അടുത്ത കള്ളത്തരം പറഞ്ഞ് ഒപ്പിക്കണമല്ലോ. ഈ സമയത്ത് നമ്മുടെ ബീരാനിക്കാണെങ്കിൽ വെട്ടിക്കൂട്ടി തൂക്കി കൊടുത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കണ്ടിച്ച് വിടുന്നത്. അപ്പൊ ഫോൺ ബെല്ലടിക്കാം. ഈ സമയത്ത് ആരാ, ഞാൻ ഇവിടെ ആണെങ്കിൽ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴത്തേക്ക് ശ്രുതിയുടെ ഫോട്ടോ കണ്ടത് ഇതാ കള്ളിപ്പെണ്ണാണല്ലോ, എന്തിനായിരിക്കും എന്നെ വിളിക്കുന്നത്, ആ പെണ്ണിനോട് മിണ്ടിയിട്ടുണ്ടെ കുഴപ്പം, എന്തെങ്കിലും കുരുക്കായിരിക്കുമല്ലേ ഈശ്വര, അറിയത്തില്ലല്ലോ. ഫോൺ എടുക്കാതിരിക്കുന്നത് നല്ലത്, ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് സമാധാനം തരത്തില്ല, പൊടി നിന്റെ ഫോൺ ഞാൻ എടുക്കത്തില്ലടി എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ വീരാൻ എന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ വെട്ടാൻ തുടങ്ങിയിട്ട് ഇറച്ചി ഇങ്ങനെ വെട്ടി വെക്കാൻ തുടങ്ങി. ഈ സമയത്ത് വീരാൻ ഫോൺ എടുക്കാത്തത് കൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇളയച്ചൻ ഫോൺ എടുക്കുന്നില്ല. ചന്ദ്ര ചോദിച്ചു, എന്തു പറ്റി, എടുക്കുന്നില്ലെന്നേ, ഇളയച്ചൻ ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്തെങ്കിലും ബിസി ആയിരിക്കും, ഭയങ്കര തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും. തിരക്കായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാട്ടോ, ഇവര് വീഡിയോ കോൾ ആണ് വിളിക്കുന്നത്, ഞാൻ ഇടയ്ക്ക് പറയാൻ വിട്ടുപോയി. വീഡിയോ കോൾ ആയതുകൊണ്ട് ഫോണ് വിളിച്ചിട്ട് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് ശ്രുതിക്ക് നല്ലത്. കാരണം ഈ ഒരു സമയത്ത് ബീരാനി ഇറച്ചിയൊക്കെ കണ്ടിക്കുന്ന സമയമാണെങ്കിലേ വീഡിയോ കോൾ എന്നെ പിടിക്കത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തത്. അപ്പൊ വീഡിയോ കോൾ ചെയ്തിട്ട് എടുത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ശ്രുതി ഇത് പറഞ്ഞതും സച്ചു പറയും, ഒന്നും കൂടെ വിളിച്ചെന്നോർത്ത് കുഴപ്പമില്ലല്ലോ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, ഒന്നും കൂടെ വിളിക്കുക, ഇനിയിപ്പോ എന്നാ ചിലപ്പോ തിരക്കായിരിക്കുന്നത്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ബീരാനിക്കാരെ വീണ്ടും വിളിക്കുക. ബീരാനിക്ക ചെന്ന് നോക്കുമ്പോ വീണ്ടും നമ്മുടെ ശ്രുതിയുടെ കോള്. അയ്യോ അകപ്പെട്ടില്ലേ. നമ്മുടെ ബീരാനിക്കാണെങ്കിൽ ഇത് ഇവള് തന്നെയാണല്ലോ വീണ്ടും വിളിക്കുന്നത്, ഇനിയിപ്പം വല്ല പ്രശ്നമുണ്ടോ, അവള് വല്ല പ്രശ്നമായിട്ട് വിളിക്കുന്നതായിരിക്കും, എന്തിനായിരിക്കും വീഡിയോ കോൾ വിളിക്കുന്നത്, ഏതായാലും ഒന്ന് എടുത്തു നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബീരാനിക്ക പതുക്കെ എടുക്കാൻ തുടങ്ങിയിട്ട് അയ്യോ വേണ്ട ചിലപ്പോൾ പ്രശ്നമാകും, എടുത്തു കഴിഞ്ഞാലേ ശരിയാവത്തില്ല, വീഡിയോ കോൾ അവള് വിളിക്കുന്നതല്ലല്ലോ. അപ്പൊ വീണ്ടും എടുത്തില്ല കേട്ടോ, ബീരാനിക്ക ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഫോൺ എടുക്കാത്തത് കൊണ്ട് നമ്മുടെ ശ്രുതിക്ക് ഒരു വലിയ രക്ഷ തോന്നുകയാണ്. എന്നാലും റിങ് അവസാനിക്കുന്നില്ല കേട്ടോ, റിങ് ഇങ്ങനെ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചെറിയച്ഛൻ, അതായത് ബീരാനിക്കൊക്കെ ഒരു സംശയം തോന്നിയിട്ട്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സംശയം തോന്നിയിട്ട് വീഡിയോ കോൾ അല്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിക്കൂലോ, എന്നാ പിന്നെ ഗെറ്റപ്പ് ഒന്ന് മാറ്റാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഗെറ്റപ്പൊക്കെ ഒന്ന് മാറ്റി, അതായത് ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്ന വേഷമൊക്കെ ഒന്ന് മാറ്റി. വീണ്ടും റിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 1, 2, 3 തവണയൊക്കെ വിളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മീശയൊക്കെ റെഡിയാക്കി തലമുടിയൊക്കെ കൂതി സെറ്റപ്പ് ആക്കി നമ്മുടെ ബീരാനിക്ക് എന്ത് ചെയ്തു, ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ആ കോൾ അങ്ങ് എടുക്കുക. കോൾ എടുത്തിട്ട്, എന്താ മോളെ വിളിച്ചത്, എനി പ്രോബ്ലംസ്, അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ ഇളയച്ച, ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി ചോദിച്ചത്, ഇതെന്ത് പറ്റി നിങ്ങൾ ഇറച്ചിക്കടയിൽ നിൽക്കുന്നത്? അത് പിന്നെ ഞാനേ കുറച്ച് മട്ടൻ മേടിക്കാൻ വേണ്ടി വന്നതാ, മട്ടൻ മേടിക്കാൻ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി, അല്ല ഈ ഇറച്ചിക്കട ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ സച്ചേട്ടാ, ഈ ഇറച്ചിക്കട ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നല്ല പരിചയമുള്ള സ്ഥലം. അപ്പോഴത്തേക്ക് ബീരാൻ പറഞ്ഞു, ഇത് കാണാൻ ചാൻസ് ഇല്ല, ഉണ്ട് എനിക്കറിയാം, മനസ്സിലായി, ഇതേ ആ മേലത്തൂരിലെ ജംഗ്ഷനുള്ള അവിടെ അടുത്തുള്ള ഇറച്ചിക്കടയാ, ഇവിടുന്ന് ഞാൻ ഇറച്ചി മേടിച്ചിട്ടുണ്ടെന്നേ സച്ചേട്ടാ, അന്ന് ഞാൻ ബിരിയാണി വെക്കാൻ വേണ്ടി ഇറച്ചി മേടിച്ചത് ഈ കടയിൽ നിന്ന്, അതേ മേലത്തൂരിനടുത്തുള്ള ഇറച്ചിക്കട, അത് തന്നെ. അപ്പോഴത്തേക്കും രവീന്ദ്രൻ വന്നിട്ട്, പുള്ളി എന്താ അവിടെ ഇപ്പൊ അവിടെ, അയാൾ മംഗലാപുരത്താണെന്നല്ലേ പറഞ്ഞത്? എനിക്കറിയത്തില്ല, അത് തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക, ഞാന് മംഗലാപുരത്താണുള്ളത്, ഇത് മംഗലാപുരത്തെ ഇറച്ചിക്കടയാ. അപ്പൊ നമ്മുടെ രേവതി പറയാ, അല്ലല്ല, ഇത് എവിടത്തെ ഇറച്ചിക്കട തന്നെയാ, എനിക്ക് ഈ ഇറച്ചിക്കട അറിയാന്നേ. അങ്ങനെ നമ്മുടെ ശ്രുതിയും ബീരാനും പെട്ടിരിക്കുന്ന ഒരവസ്ഥ. ചന്ദ്രയാണെങ്കിൽ എന്തൊരു കഷ്ടം ഇത്, എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ശ്രുതി ചോദിച്ചാല, അത് നിനക്കെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും? അത് പിന്നെ ആ ഗ്രില്ല് കണ്ടില്ലേ, ഇതേ ഗ്രില്ല് തന്നെ ആയിരുന്നു അന്ന് ഞാൻ ചിക്കൻ മേടിച്ച കടയിലും.
അപ്പൊ സച്ചി അപ്പം എന്തോ ഒരു സംതിങ് ഉണ്ടല്ലോ. അതെ, ആ പേരും അത് തന്നെയാ. ആ കടയിൽ ഷട്ടറും ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഷട്ടറും ഇല്ല. അപ്പൊ നമ്മുടെ വീരാനിക്ക് പറഞ്ഞു, അതെ, ചുമന്ന പെയിന്റും വെള്ള പെയിന്റും എല്ലായിടത്തും കാണും. എന്താ രേവതി ഇത്, ഒരേപോലെയുള്ള ഗ്രില്ല് പല കടകളിലും വീടുകളിലും ഒക്കെ കാണില്ലേ? പിന്നെ എന്തിനാ രേവതി നീ ഇങ്ങനെ സംശയിക്കുന്നത്? അപ്പൊ സംശയിക്കേണ്ട കാര്യമില്ല രേവതി, നിങ്ങളുടെ അവിടുത്തെ ഇറച്ചിക്കടയും ചിലപ്പോ ഇതുപോലെ ആയിരിക്കും. അപ്പൊ രേവതി പറഞ്ഞു, ശരി, അതൊക്കെ വിട്. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ അവിടെ ഇറച്ചി വെട്ടുന്ന ആളെ ഒന്ന് കാണിച്ചേ. ഇറച്ചി വെട്ടുന്ന ആളെ കാണിക്കാനോ? അയ്യോ, ഗതി കെട്ടവനെ തന്നെയാണ് മോളെ നീ ഇപ്പൊ കാണുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈശ്വര അതിങ്ങനെ പറഞ്ഞ് പൊറുപൊറുക്കാണ്. എന്നിട്ട് നമ്മുടെ വീരൻ പറഞ്ഞ, ആ വ്യക്തി ഇവിടെ ഇല്ല, ഇറച്ചിക്കടയിലെ ആ വെട്ടുന്ന ആള് ചായ കുടിക്കാൻ വേണ്ടി പോയേക്കുക. ഇല്ലേ? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, എന്താ ഈ പുള്ളിനെ ഏൽപ്പിച്ചിട്ട് ചായ കുടിക്കാൻ പോയെന്ന്? എന്താ, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ മണ്ടിയോട് സംസാരിച്ച് സമയം കളയാതെ, രേവതിനെയാണ്, എന്നിട്ട് വിളിച്ച കാര്യം പറ, സമയം കളയാതെ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇളയിച്ച, ഞാന് വേറൊന്നും അല്ല വിളിച്ചത്, ഇളയച്ചന്റെ കയ്യില് അച്ഛന്റെ ഫോട്ടോ ഇല്ലല്ലോ അല്ലേന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഉണ്ടോന്നല്ലേ ചോദിക്കണ്ടേ? ഇല്ലല്ലോ എന്നൊന്നും അല്ലല്ലോ ചോദിക്കേണ്ടത്. ഉണ്ടോ എന്ന് ചോദിക്കുക. ഇല്ലല്ലോ അല്ലേന്ന്. ഇത് എന്തൊരു ചോദ്യം ചോദിക്കുന്നതെന്ന്. അപ്പോഴത്തേക്കും വീരാനിക്ക ആകെ വിയർക്കാണ് കേട്ടോ നിന്ന്. അങ്ങനെ വല്ലാണ്ടായി പോവാ നമ്മുടെ വീരാനിക്ക. അപ്പോഴത്തേക്ക് ബീരാനിക്ക് പറഞ്ഞു, അതെ സച്ചി, ഏട്ടന്റെ ഫോണ് എന്റെ ഫോണിലൊക്കെ ഉണ്ടായിരുന്നു, ഇടയ്ക്ക് ഫോൺ കംപ്ലൈന്റ് ആയപ്പം അതൊക്കെ ഡിലേറ്റ് ആയി പോയെന്നാ തോന്നുന്നത്. ഇപ്പം ആ ഫോട്ടോ എന്റെ കയ്യിലില്ല. അപ്പോഴത്തേക്കും ചന്ദ്ര, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? സുധിയും, അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ഇല്ലല്ലോ ശരിയായല്ലോ, ഇല്ലല്ലോ. അപ്പൊ സുധി പറഞ്ഞു, ഇളയച്ച, ഈ എങ്ങനെയെങ്കിലും അച്ഛന്റെ ഫോട്ടോ ഒന്ന് സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് അയച്ചു തരണം, ഞങ്ങൾക്ക് അയച്ചു തന്നെ പറ്റത്തുള്ളൂ, കാരണം കുറച്ച് പ്രശ്നമാണെന്നേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റൂലോ, അയാളുടെ ഭാര്യയോടോ മറ്റോ ബന്ധുക്കളോടോ ഒക്കെ ഒന്ന് അയച്ചു തരാൻ പറ, എന്നിട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുക. ഞാൻ അയക്കാൻ നോക്കാം. അപ്പൊ സച്ചി പറഞ്ഞു, അയക്കാൻ നോക്കിയാ പോരാ, ഫോട്ടോ കിട്ടിയിരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ടാ പൗഡർ ഇടത്തിൽ അച്ഛന്റെ ഫോട്ടോ. ശരി, ഞാൻ ആരോടെങ്കിലും മേടിച്ച് അയച്ചു തരാം. മേടിച്ച് തന്നാ പോരെ? തന്നാ മതി, ഫോട്ടോ മാത്രം പോരാട്ടോ, ശ്രുതിയുടെ അച്ഛന്റെ ചിതാഭസ്മം കൂടെ വേണമെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ബീരാനിക്ക്, ചിതാഭസ്മം എന്തിനാ? അത് പിന്നെ ഇളയച്ച നദി കൊണ്ടുപോയി ഒഴുക്കാനാ, അങ്ങനെ ഒരു ചെറിയ ചടങ്ങ് കൂടി നടത്തണമല്ലോ എന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു. അപ്പോഴത്തേക്കും ബീരാൻ പറഞ്ഞു, അതെ സോറി, ഈ ചിതാഭസ്മം ഞാൻ എങ്ങനെ എടുക്കും? ഞാൻ മംഗലാപുരത്തല്ലേ, എനിക്കാണെങ്കിൽ മലേഷ്യയിൽ പോകാൻ പറ്റില്ല, ഏട്ടന്റെ ശത്രുക്കൾ എന്നെ വക വരുത്തും. അല്ല, അവിടെ നിങ്ങളെ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവരോട് കൊണ്ടുവരാൻ പറയാന് സച്ചി പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു, ശരിയാണല്ലോ, സച്ചിയുടെ പറഞ്ഞു ശരിയാണല്ലോ, ചെയ്യേണ്ട കർമ്മങ്ങളെ ചെയ്തില്ലെങ്കിലേ ശരിയാവത്തില്ല. അത് ഞാനൊന്ന് നോക്കട്ടെ. ഇത് നോക്കിയാ പോരാ, എത്തിച്ചിരിക്കണം, ഉറപ്പായിട്ട് എത്തിച്ചിരിക്കണം. ശരി, ഞാൻ എത്തിക്കാം. അപ്പൊ പിന്നെ ഫോട്ടോ അയച്ചാ മതിയല്ലോ. മതി, ഇപ്പൊ അതും ഫോട്ടോയും എല്ലാം കൂടി ഒരുമിച്ച് ഇവിടെ എത്തിച്ചാ മതി എന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. അപ്പൊ ബീരാനിക്ക, അതെ, ഞാന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ മോളെ, ഇനി എന്റെ കുട്ടിക്ക് ഈ ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ നിങ്ങളും ഉള്ളൂ, ഇവള് നന്നായിട്ട് നോക്കണം. പിന്നെ ഇവള് ഞങ്ങളുടെ മോളല്ലേ, ഇവള് ഞങ്ങളെ പൊന്നു പോലെ നോക്കും, ഇളയച്ചൻ പേടിക്കണ്ടെന്ന് നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കാണെങ്കിൽ സച്ചി ചോദിച്ചു, അല്ല നിങ്ങളുടെ ഏട്ടൻ വെച്ചിട്ട് ഒരു വിഷമമില്ല നിങ്ങൾക്ക്? നിങ്ങൾ ഈ മട്ടനൊക്കെ മേടിച്ച് ആഘോഷിച്ച് നടക്കുക. അത് പിന്നെ എന്റെ സച്ചി, എന്റെ വിഷമം മനസ്സിലല്ലേ, അത് പുറത്തല്ലല്ലോ. എന്ത് വിഷമം ഉണ്ടായാലും നമ്മളത് ഭക്ഷണത്തിൽ കാണിക്കരുത്, അത് മനസ്സിൽ ഒതുക്കി തീർക്കണം. ഭക്ഷണത്തിനോട് വാശിയും വൈരാഗ്യവും സങ്കടവും ഒന്നും കാണിക്കല്ലേ. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ? ശരി ഇളയച്ചാന്ന് ശ്രുതി ഇങ്ങനെ ദയനീയായി പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട്, എനിക്കാണെ കലി വരുന്നുണ്ട്. ഒരേ ഇളയച്ചൻ, ഞാൻ ഇനി എവിടെ കൊണ്ട് കൊടുക്കാനാ അവളുടെ അച്ഛന്റെ ഫോട്ടോയും ചിതാഭസ്മവും? അവൾക്ക് അങ്ങനെ ഒരു അച്ഛൻ ഇല്ലല്ലോ, എന്റെ ഈശ്വരാ, എന്റെ റബ്ബേ, എന്റെ പടച്ചോനെ. മീരെ പറഞ്ഞാ മതിയല്ലോ, അവളാ എല്ലാത്തിനും കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീരാൻ ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ കാണാം. അപ്പൊ നെക്സ്റ്റ് വിശേഷമായിട്ട് വരാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.